കെ ശൈലജയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊട്ടിത്തെറിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. മനഃപൂർവ്വം തോക്കാനുള്ള സീറ്റ് കൊണ്ട് നിർത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പേരാവൂർ പണ്ടം കണ്ടുപിടിക്കുക അവർ ജയിച്ചിട്ടുണ്ട് ഒരു തവണ, അത് പറഞ്ഞ കുറഞ്ഞ വോട്ടിനെ. പക്ഷേ അതിനുശേഷം പിന്നെ അവർ ജയിക്കാൻ പറ്റില്ല അവർക്ക്. അതെ, അതുപോലെ വടകരയിൽ കൊണ്ടു നിർത്തിയില്ലേ, 2 കൊല്ലമായി. എം പി ലോക്സഭയിലേക്ക് ശൈലജ, കെ ശൈലജ എന്ന ഒരു നേതാവ്, ഒരു പ്രത്യേകിച്ചും വനിതാ നേതാവ് എന്നും പിണറായിയുടെ പേടി സ്വപ്നങ്ങളിലൊന്നായി മാറിയത് കോവിഡ് കാലത്താണ്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളെല്ലാവരും പറയാറുണ്ട് പിണറായി വിജയനെ ഒരു കൾട്ടാക്കി അല്ലെങ്കിൽ ബിംബവൽക്കരിച്ചു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ പ്രമോദ് കുമാർ, അദ്ദേഹം ചർച്ചയിലൊക്കെ വരുന്ന UNDP-യിലെ ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ കാര്യവട്ടത്ത് ഞങ്ങളുടെ സൂപ്പർ സീനിയർ അല്ല എൻ്റെ സീനിയർ വെച്ച് പഠിച്ചാൽ അത് വളരെ മിടുക്കനായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ചിന്ത പോയത്. അദ്ദേഹം പറയുന്നുണ്ട് ഈ ബിംബവൽക്കരണം, ഈ കൾട്ട് സൃഷ്ടിക്കൽ തുടങ്ങിയത് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ശൈലജ ടീച്ചറിനെയാണ്. ടീച്ചർ അമ്മ ഈ മറ്റേ കോവിഡ് വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ലൂസ് ടോക്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ നമ്മുടെ ചീഫ് എഡിറ്ററും കൊണ്ട് ലൂസ് ടോക്കിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കെ ശൈലജയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, അവരാണ് PR വർക്ക് തുടങ്ങി വെച്ചു. ആ കോവിഡ് കാലത്ത് PR വർക്ക് തുടങ്ങി വെച്ചു. അപ്പോഴാണ് പിണറായി വിജയൻ പോലും ഇതിൻ്റെ ഒരു സാധ്യത തിരിച്ചറിയും. പിന്നെയാണ് ടീച്ചറിനെ പതുക്കെ മാറ്റി നിർത്തിയിട്ട് പുള്ളി പതുക്കെ ഇതിലേക്ക് തുഴഞ്ഞു കയറി പത്രസമ്മേളനത്തിലിട്ട് പോയി. നമുക്കറിയാം കെ ശൈലജയുടെ അതായിട്ട് അന്ന് നമ്മുടെ ചീഫ് എഡിറ്റർ തന്നെ ചൂണ്ടിക്കാണിച്ച വിഷയം ഒരു ഫോൺ കോളാണ്. അന്നത്തെ എന്തോ ദുരിതം നേരിട്ട ഒരാൾ, രാത്രിയോ മറ്റോ. പക്ഷെ എന്താണ്, അതുപോലും PR വർക്കായിരുന്നു. ഈ ഫോൺ കോൾ പോലും PR വർക്കായിരുന്നു. അങ്ങനെ ഒരു ഫോൺ കോൾ അവരോ ഈ പറയുന്ന ഇവരെ കൊണ്ട് വിളിച്ചെന്ന് പറയുന്ന ആളോ ഇവരാരും ഇത് പുറത്തു വിടേണ്ട കാര്യമില്ല. ഒരു മന്ത്രിയെ വിളിച്ച് കാര്യം സാധിച്ചു, ഓക്കെ. അതിന് അവരെ പുകഴ്ത്തി വിടുന്നതിൻ്റെ പേരാണ് PR വർക്ക്. അത് ആസൂത്രിതമായ PR വർക്കായിരുന്നു. അപ്പോൾ ഈ കോവിഡിൻ്റെ സാധ്യതകൾ ഈ PR വർക്കിന് മുകളിലൂടെ രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ശൈലജ. അതിന് ആ കാലത്ത് നടന്ന അഴിമതി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക്, ഓരോ സാധനവും വാങ്ങിച്ചത് എത്ര ഇരട്ടി വില കൊടുത്താണ്. PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ്, കോവിഡിനെ മറികടക്കാൻ വേണ്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങിയതിൻ്റെ വകയിൽ കോടികളുടെ അഴിമതി നടന്നു. ഒന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും സംഭവിച്ചു ഇല്ല. ടീച്ചറിന് ഇമേജ് ഒന്നുമല്ലോ. മരുന്ന് കുംഭകോണം, മരുന്ന് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നു. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങി ക്രമക്കേട് നടന്നു. ഇതിനൊക്കെ എതിരെ CAG റിപ്പോർട്ട് അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഈ ശൈലജയെ അവസാനം തനിക്ക് കിട്ടാത്ത ഒരു പരിഗണന ടീച്ചർ അമ്മ എന്ന് പറഞ്ഞ പരിഗണനയിലേക്ക് കാരണം ആ രീതിയിൽ മക്സാസെ അവാർഡ് അവർക്ക് പ്രഖ്യാപിച്ചതല്ലേ, പിന്നെ നിരസിപ്പിച്ചില്ലേ അവരെ കൊണ്ട്. പിണറായി അപകടം മണത്തതിൻ്റെ അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ യോഗാ ദിനം വന്നു. ഇവർ മന്ത്രിയായതിനു ശേഷമുള്ള ഒരു അപൂർവ കാഴ്ചയായിരുന്നു. നമ്മൾ കാണേണ്ടതാണ്. പത്രങ്ങളിലൊക്കെ വലിയ പടമായിട്ട് വന്നതാണ്. എല്ലാവരും യോഗയിൽ പ്രഭാത നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ശൈലജ മാത്രം മസിൽ പിടിച്ചു പിണറായി വിജയനെ പോലെ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ താൻ ഈ യോഗ എന്തോ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇതാണ്ട് RSSകാർ അനുഷ്ഠിക്കുന്നതാണെന്നോ അങ്ങനെ കണ്ടൊരു തെറ്റിദ്ധാരണ ഇവർക്ക് വന്നു. അപ്പോൾ ആ ഒരു പടം വന്ന് ഇവർ വളരെയധികം വിമർശന വിധേയമായി. അതിനുശേഷമാണ് പതുക്കെ ഇവർക്കൊരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ PR വർക്കിൽ അത്ര ഒരു സംഘം ഉണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ നിരന്തരം അവരെ വാഴ്ത്തി പാടാൻ. അവിടെ ചില ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവരൊക്കെ വേറെ എങ്ങോട്ടൊക്കെ പോയി. പക്ഷേ എങ്കിൽ പോലും അവരെല്ലാം കൂടെ ചേർന്ന് ഒരു ടീച്ചറമ്മയാക്കുകയും നമ്മളെ കേരളത്തിന് രക്ഷിക്കാനെത്തിയ ഒരു രക്ഷയായ മാതാവായി അവർ ചിത്രീകരിച്ചു. കോവിഡ് കാലത്ത് സകല കണക്കുകളും മറച്ചു വെച്ചു. കേരളം നമ്പർ 1 ആണെന്ന് പ്രചരിപ്പിച്ചു. അമേരിക്കയിൽ പോയി പിഞ്ഞാണവും മേടിച്ചുകൊണ്ട് പോയി. അമേരിക്കയിൽ ഏതോ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവരോരോ പിഞ്ഞാണം കൊടുത്തു. പിണറായി വിജയനും ഇവർക്കൊക്കെ കൊടുത്തു. ഇത് പിഞ്ഞാണം കിട്ടിയത് അവാർഡാണ് കോവിഡിൻ്റെ ഫലപ്രദമായി. അവസാനം ഇന്ത്യയിലെ കോവിഡ് കണക്ക് വന്നപ്പോഴല്ലേ രസം. നമ്പർ 1 കേരളം. കോവിഡ് ഡെത്തും രോഗികളും പകർച്ചവ്യാധിയും എല്ലാം ഉണ്ടായത് ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന നിപ്പ വന്നത്. അതാ എനിക്കൊന്ന് പ്രമോദ് കുമാർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് നിപ്പ വന്നാൽ സ്വാഭാവികമായിട്ടും 3-4 പേര് മരിക്കും. അതിനുശേഷം നമുക്കത് ഇതിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈ മരിക്കേണ്ടവർ മരിക്കുകയും ചെയ്തു, ഇവർ സ്റ്റാർ ആകുകയും ചെയ്തു. മരണത്തിൽ പോലും സത്യം ഡെഡ് ബോഡികൾ ഉപയോഗിച്ച് പോലെ ഇവർ PR വർക്ക് നടത്തി. അപ്പോൾ ആ PR വർക്ക് നടത്തിയപ്പം പെട്ടെന്ന് പിണറായി വിജയന് ശേഷം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ ഉയർന്നു. ചർച്ചകൾ അങ്ങനെ വന്നു. ഒരു അഭിപ്രായ സർവേ ഒക്കെ വരുമ്പം CPM-ൽ നിന്ന് മുഖ്യമന്ത്രി ആകേണ്ടത് ആര്? ആദ്യത്തെ ചോയ്സ് പിണറായി വിജയൻ, രണ്ടാമത്തെ ചോയ്സ് ഇവരാ. അത് ശരിയാണ്. ഈ ശൈലജയുടെ പേരാണ്. അതിന് അല്ലാതെ വേറെ എത്രയോ നേതാക്കന്മാരുണ്ട്. ഇവരെക്കായി സീനിയറായിട്ടുള്ള എത്രയോ നേതാക്കന്മാരുണ്ട്. G. സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാരില്ലേ, ഇഷ്ടം പോലെ നേതാക്കന്മാരുണ്ടല്ലോ. MA ബേബി ഇല്ലേ,
അങ്ങനെ കുറേ ഒരുപാട് ആൾക്കാരില്ലേ അപ്പം ഇവരുടെ ആരുടെ പേര് അതായത് ശൈലജയുടെ പേര് വന്നു. നല്ല ഒന്നാം തരം PR വർക്ക് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പിണറായി വിജയന് മനസ്സിലായി ഇതെനിക്ക് പണിയാണ്. പിന്നെ എന്തോ ഒരു യോഗത്തിൽ ഈ ശൈലജയുടെ ഭർത്താവ് അവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി സംസാരിച്ചു. അവരെ അടുത്ത മുഖ്യമന്ത്രിയാണെന്നുള്ള രീതിയിൽ അങ്ങനെ എങ്ങാണ്ടൊരു സംസാരം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ പിണറായി വിജയൻ ഈ വെട്ടിനിരത്തൽ ആരംഭിച്ചത്. പിന്നെ അതിനിടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു, വിജയേട്ടാന്ന് മന്ത്രിസഭത്തിൽ വിളിച്ചപ്പോൾ അങ്ങനെയല്ല CM എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. CM എന്ന് വിളിക്കുക ശരിയാണോ സത്യം കള്ളമാണോ നമുക്കറിയില്ല. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളാണ്. ഒരു ഔപചാരികമായ യോഗത്തിൽ വിജയേട്ടാന്ന് ആരെയും വിളിക്കാൻ പാടില്ല. നമ്മൾ CM എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. അതെ. അപ്പം അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും വിജയേട്ടാന്നൊന്നും വിളിക്കാറില്ല. സഖാവ് എന്ന് മാത്രമല്ല, ചിന്താ ജെറോം വിളിക്കുന്ന പോലെ വിളിക്കണം, സഖാവേ. അതാ. അപ്പം ചിന്താ ജെറോമിന്റെ ഓരോ സംസാരത്തിനും ഓരോ രീതിയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരങ്ങനെ വലിയ സ്റ്റാറായിട്ട് മാറുന്നു. ഇവർ മാറിയതിന് ശേഷം ഇത്തവണയും ഇവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവർ വരും. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഇയാൾക്കൊരു വെല്ലുവിളി. അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് പിന്നെ ഒരു വെല്ലുവിളിയായിട്ട് ആരോട് ചോദിച്ചാലും KK ശൈലജ ആകണമെന്ന് പറയും. നമ്മൾ നടത്തിയ അല്ല നമ്മൾ നടത്തിയ സർവേയിൽ പോലും ഇവരെ പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് കാലിളകി. അപ്പോൾ ഇവനെ ഇല്ല ഒരു സിനിമയിൽ സുരാജ് വെഞ്ഞാറമ്മോട് പറയുമല്ലോ, ഈ ട്രോള് വരുമല്ലോ, ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ. ബാലങ്കേനാരുടെ പടം വെച്ചിട്ട് ഒരു മീം വരുന്നുണ്ട്. അതിനകത്ത് ഇവനെ വളരാൻ എന്ന് പറഞ്ഞാൽ ശൈലജയെ വളരാൻ അനുവദിച്ചുകൂടാ എന്ന് ഇവർക്ക് മനസ്സിലായി. ആർക്കായി? പിണറായി സംഘത്തിന്റെ മനസ്സിലായി. അതിന്റെ ആദ്യ ഭാഗമായിട്ട് കൊണ്ടുവന്ന് വടകര നിർത്തിയത് അവർ 2 പ്രതീക്ഷയോടാണ്. അവർ മാക്സിമം ജയിപ്പിക്കാൻ നോക്കി. ഇവരങ്ങ് പോവല്ലോ. ഇപ്പോൾ K. രാധാകൃഷ്ണൻ പിണറായിക്ക് ഒരു വെല്ലുവിളിയാകരുത്, അതിനാണ് അദ്ദേഹത്തെ MP ആക്കി അവിടുന്ന് പറപ്പിച്ചു വിട്ടത്. എന്തായാലും എല്ലാവരും തോക്കും. ആ കൂട്ടത്തിൽ ഒരു സീറ്റായിട്ട് എന്തിനാ K. രാധാകൃഷ്ണൻ ഇവിടെ വേണ്ടായിരുന്നു. അങ്ങനെയാണ് അത്. പിന്നെ രമ്യ ഹരിദാസ് അവർ തോറ്റുപോയി. അപ്പം ഈ പറയുന്ന KK ശൈലജയെ അവിടെ മത്സരിപ്പിച്ചു, വടകര മത്സരിപ്പിച്ചു. വടകരയിൽ അവർ തോറ്റു. തോൽവി വ്യക്തി എന്ന് കരുതിയ ഒരാളെ തോൽപ്പിച്ചു. പിന്നെ മട്ടന്നൂരെ സിറ്റിംഗ് MLA അല്ലേ അവർ? അതെ. എത്ര ഭൂരിപക്ഷം കഴിഞ്ഞ ഇത്തവണ നല്ല ഭൂരിപക്ഷം ഉണ്ട് അവിടെ CPM-ന്. അപ്പോൾ അടുത്ത തവണ അവരവിടെ ജയിക്കും. പക്ഷെ അപ്പോൾ അവർ എന്ത് ചെയ്തു? പാർട്ടിക്ക് പറയാൻ ഒരു 100,000 ന്യായീകരണം ഉണ്ടല്ലോ. KPCC പ്രസിഡന്റിനെ നേരിടാൻ ഒരു വലിയ ശൈലജയെ പോലെ ഒരാൾ വേണം. KPCC പ്രസിഡന്റിനെ നിയമസഭ കാണിക്കരുത്, അതിനാന്നും പറഞ്ഞാൽ കൊണ്ടു നിർത്തി. അവർ തോറ്റു. അപ്പോൾ എന്ത് പറ്റി? പിണറായി വിജയന് ബദലായി വരുമെന്ന് കണ്ട ആൾക്കാരെ മുഴുവൻ കണ്ണൂർ ലോബി വെട്ടിനിരത്തി. ഇത് P. ജയരാജൻ്റെ സംഭവിച്ചതാണല്ലോ. P. ജയരാജനെ പണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയി വടകര നടത്തി മുല്ലപ്പള്ളിക്കെതിരെ. പുള്ളി തോറ്റു. തിരിച്ചു വന്നപ്പം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇല്ല. MP. ജയരാജൻ ഇതുവരെ മത്സരിക്കാൻ പോയി, ജില്ലാ സെക്രട്ടറി സ്ഥാനം വേറെ ആരെ ഏൽപ്പിച്ചു. തിരിച്ചു വന്നപ്പം പിന്നെ EP. ജയരാജനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കി. ചിറ്റപ്പൻ വിവാദം വന്ന് അതോടുകൂടി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ശൈലജ ടീച്ചർ പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു കാര്യമില്ല. പിണറായി വിജയനെ എതിർക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു താക്കീത്. എന്താണ് ശരിക്കും? ഇവർ പിണറായി വിജയന് മുകളിൽ പോകാൻ ശ്രമിച്ചു. അതെ. കാരണം കുൽസിതങ്ങളുടെ ഉസ്താദായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ മുകളിൽ പോകാൻ ഇവർ ശ്രമിച്ചു. അവരെ വെട്ടിവീഴ്ത്തി. ഈ എല്ലാ ഏകാധിപതികൾക്കുള്ള പ്രശ്നമാണ്. കൂടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ നിൽക്കുന്നവരെ സംശയമായിരിക്കും അവർക്ക്. അതെ, കടത്തി വിട്ടു. അവർക്ക് ഒരുപാട് പേർക്കുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കഥ ആണ് ഇപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെയാണ് ചോദ്യങ്ങൾ വരുന്നത്. സ്റ്റാലിൻ്റെ കാലത്തെ കഥ പറഞ്ഞു ക്രൂഷ്ചേവ് അല്ലേ ചോദിക്കുന്നത്. ക്രൂഷ്ചേവിനോട് ഒരാൾ സദസ്സിൽ ചോദിക്കുന്നു, അയാൾ സ്റ്റാലിൻ ജീവിച്ചിരുന്നപ്പോൾ എതിർത്തില്ല. അപ്പോഴാണ് ആരാണ് ചോദിച്ചത് വേണ്ടിയില്ല. ഇതാ കാരണം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ എല്ലാവരും വന്നിരിക്കുന്നത് തിരുത്തണം, പാർട്ടി തിരുത്തണം. നിങ്ങൾ ചോദ്യം ചോദിക്കൂ, ഞങ്ങൾ ഉത്തരം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേര് ചോദ്യം ചോദിക്കും? അതിനുള്ള ധൈര്യം ആർക്കുണ്ട്? ഇപ്പൊ KK ശൈലജയൊക്കെ ഇന്നലത്തെ യോഗത്തിൽ പൊട്ടിത്തെറിച്ചു, വിജയേട്ടന്റെ മുന്നിൽ പൊട്ടിത്തെറിച്ചു. ഒരു കാര്യമില്ല. എന്താണ്? ശൈലജയൊക്കെ അവിടെ തീർത്തു. അവർ ഇനിയില്ല, 2 തോൽവിയായി. ഇനി സീറ്റ് കൊടുക്കില്ല. ഇനി അവർക്ക് സീറ്റ് കൊടുക്കത്തില്ല. അവരെ ഇനി പാർട്ടിയുടെ ഒരു ഘടകങ്ങളിലും വളരെ അനുവദിക്കുകയില്ല. ഇപ്പം ഇവർ തിരുത്തൽ ശക്തി ആകുമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു തിരുത്തം നടക്കാം. എന്ത് തിരുത്തം നടക്കാം? അത് പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അതിനുശേഷം ഇത് അടിച്ചു പിരിഞ്ഞ് പോകത്തേ ഉള്ളൂ. ഇത് പരിപാടി അവസാനത്തെ എന്താണ് എല്ലാം കൂടെ വലിച്ചുവാരിട്ട് തീ കത്തിച്ചിട്ട് അദ്ദേഹം പോകുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഈ പാർട്ടിയുടെ സംവിധാനം ബംഗാളിൽ എന്താണോ CPM-ന് സംഭവിച്ചത് അത് തന്നെ ഇവിടെ സംഭവിക്കുക. അത് സംഭവിക്കാതിരിക്കാനാണ് ഇത്തവണ CPM-കാരും ജനങ്ങളും ചേർന്ന് ഈ വോട്ട് യുവമാർക്കെതിരെ ചെയ്ത് അതിനനുസരിച്ച് ഇത് തിരുത്താനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിനെ തിരുത്തിയില്ലെങ്കിൽ ഇതോടുകൂടി ഇത് തീരും. എന്താണെങ്കിലും അടുത്ത
തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന ഏത് തെരഞ്ഞെടുപ്പായെങ്കിലും BJP ശക്തമായ ഒരു മൂന്നാം മുന്നണിയായിട്ട് ഇവിടെ നേരത്തെ കേരളത്തിൽ CPM എന്താണോ ആയിരുന്നത് അതുപോലെ BJP ഒന്ന് മനസ്സ് വെച്ചാൽ അവർക്ക് അതാകാം. അതാവും. അപ്പം KK ശൈലജ പിണറായിക്ക് മുകളിൽ പറക്കാൻ ആഗ്രഹിച്ചു, പിണറായി അരിഞ്ഞു വീഴ്ത്തി. അരിഞ്ഞു വീഴ്ത്തി. അത്രയേ ഉള്ളൂ.